ഖദീജ ബീവിയുടെ വിയോഗാനന്തരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി കടന്നുവന്ന മഹദിയാണ് ഹസ്രത്ത് സൗദ ബീവി. ബനു അബ്ദുശംസ് കുലത്തിൽപ്പെട്ട ഖൈസിന്റെ പുത്രൻ സംഅയുടെ പുത്രിയാണ് സൗദ റളിയല്ലാഹു അൻഹ. ഷുമൂസാണ് മാതാവ്. മക്കയിലാണ് വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ ഭാഗ്യവതിയായിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന വിഗ്രഹ ആരാധനയും ആരാധനാ രീതികളും മാനസികമായി എതിർക്കുകയും മാറ്റം വരാൻ ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു അവർ. പ്രഥമ ഭർത്താവ് പിതൃവപുത്രനായ സക്രാൻ ഇബ്നു അംറായിരുന്നു. ഭർത്താവും സമാന ചിന്താഗതിക്കാരനായതിൽ മഹദി അത്യധികം സന്തോഷിച്ചു. സക്രാനിന്റെ മരണശേഷം നുബുവത്തിന്റെ 10ാം വർഷമാണ് മഹദിയും പ്രവാചകരും തമ്മിലുള്ള വിവാഹം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 14 വർഷം താമസിച്ചു. ഇസ്ലാമുമായി നബിതങ്ങൾ കടന്നു വന്നപ്പോൾ ആ സത്യമതത്തിൽ ആദ്യകാലത്ത് തന്നെ വിശ്വസിച്ചവരായിരുന്നു സൗദ ബീവിയും ഭർത്താവ് സക്രാൻ. ഇരുവരും ഹബശയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അത് 2ാം എത്യോപ്യൻ പലായനമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു എന്നിവർ ഇസ്ലാം അവലംബിച്ചതോടെ മക്കയുടെ അവസ്ഥ മാറിയിട്ടുണ്ടെന്ന് ധരിച്ച് ചില ആളുകൾ ഹബശയിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു. അക്കൂട്ടത്തിൽ സൗദയും ഭർത്താവും ഉണ്ടായിരുന്നു. എന്നാൽ മക്കയുടെ അവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. വളരെ ത്യാഗസന്നദ്ധയുള്ളവളായിരുന്നു മഹദി. മക്കയിൽ പ്രതികൂല കാലാവസ്ഥയായിട്ടും ഭൗതിക സുഖങ്ങൾക്ക് മുന്നിൽ വിശ്വാസം പണയം വെക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. മക്കയിൽ വന്നതോടെ സക്രാൻ രോഗശയ്യയായി. സൗദ നന്നായി പരിചരിച്ചു. രോഗം കൂടിക്കൊണ്ടേയിരുന്നു. അവസാനം സക്രാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. പിന്നീട് അള്ളാഹുവിന്റെ വിധിയിൽ ഇഷ്ടപ്പെട്ട് ദുഃഖിതയായി മക്കയിൽ കഴിച്ചുകൂട്ടി. ഏകദൈവ വിശ്വാസത്തെ എതിർക്കുന്ന തന്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ മഹദി തയ്യാറായി. തന്റെ കുഞ്ഞു പൈതൽ അബ്ദുറഹ്മാന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത് അള്ളാഹുവിൽ വരവേൽപ്പിച്ച് മഹദി ജീവിച്ചു. നുബുവത്തിന്റെ 10ാം ആണ്ട് മുസ്ലിങ്ങൾക്ക് ദുഃഖം നിറഞ്ഞതായിരുന്നു. നബിയെ സംരക്ഷിച്ചിരുന്ന അബൂതോലിബിന്റെയും നബിയുടെ ഇഷ്ടഭാജനം ഖദീജ ബീവിയുടെയും വിയോഗമായിരുന്നു അതിന് നിദാനം. അപ്പോൾ നബിതങ്ങൾക്ക് നേരെയുള്ള ശത്രുക്കളുടെ പീഡനങ്ങളും അക്രമങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നിരുന്നു. നബിയുടെ സന്താന ശുശ്രൂഷക്കും പരിപാലനത്തിനും ഗാർഹിക വൃത്തികളേറ്റെടുക്കാനും പക്വമതിയായ സ്ത്രീയെ ആവശ്യമായി വന്നു. തങ്ങളുടെ പരീക്ഷണങ്ങളും വിഷമങ്ങളും ലഘൂകരിക്കുന്നതിനെ കുറിച്ച് പലരും പലതും ആലോചിച്ചിരുന്നെങ്കിലും ഹൗല ബിൻത് ഹക്കീമാണ് ഇത് സംബന്ധമായി ധൈര്യം അവലംബിച്ചു പ്രവാചകനോട് സംസാരിച്ചത്. നിങ്ങൾ വീട്ടിൽ ഏകാന്തനാണെന്നും നിങ്ങളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നിയന്ത്രിക്കാൻ ഒരാൾ വേണമെന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറെ ചിന്തിച്ചതിന് ശേഷം അവിടെയുടെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. ഹൗല തുടർന്നു പറഞ്ഞു, കന്യക സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായ ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. കന്യകയല്ലെങ്കിൽ സംഅയുടെ പുത്രി സൗദയുമുണ്ട്. അവർ നിങ്ങളിൽ വിശ്വസിക്കുകയും ഇസ്ലാം അവലംബിക്കുകയും ഹബശയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭർത്താവാകട്ടെ ഈയിടെ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെയധികം അതിശയത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, സംഅയുടെ പുത്രി സൗദയോ? ഇത് പലതവണ ആവർത്തിച്ചു. ആയിഷയെ പരാമർശിച്ചതേയില്ല. അവസാനം സൗദയുമായുള്ള വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം മൂളി. സൗദ വയോവൃദ്ധയും ശരീരം പൊക്കം കൂടിയവരും വിധവയുമായിരുന്നു. പ്രവാചകന്റെ വൈവാഹിക ജീവിതം വിമർശിക്കുന്നവർക്ക് നല്ലൊരു മറുപടിയാണ് സൗദ ബീവി. അങ്ങനെ ഇരുവരുടെയും വിവാഹം നടന്നു. നുബുവത്തിന്റെ 10ാം വർഷം റമളാനിലായിരുന്നു ഈ വിവാഹം.
സൗദ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ 400 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹറായി നൽകി. അങ്ങനെ തിരുനബിയുടെ കുടുംബ വിളക്കായി സൗദ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചു. സൗദ പ്രവാചകന്റെ വീട് പരിപാലിക്കുകയും പ്രവാചകന് വേണ്ട സേവനങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. പ്രവാചകന്റെ പ്രീതി നേടണം എന്ന ഒരേയൊരു ആഗ്രഹം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നബിയുടെ മക്കളെ തന്റെ കുട്ടികളെ പോലെ അവർ പരിപാലിച്ചു. തന്റെ മകൻ അബ്ദുറഹ്മാന് നൽകിയതിലേറെ ലാളനയും വാത്സല്യവും അഹ്ലുബൈത്തിലെ സന്തതികൾക്ക് നൽകി. അങ്ങനെ തന്റെ പ്രാണനാഥനായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിയോഗത്തിനും ഉമ്മയില്ലാത്ത തന്റെ സന്താനങ്ങളുടെ പരിപാലന സമസ്യക്കും പരിഹാരം കാണാൻ സൗദാ ബീവിക്ക് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയാവാൻ മഹദിക്ക് സാധിച്ചു. പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയ പ്രവാചകന് കുടുംബഭാരം കൂടി നൽകി മുഷിപ്പിക്കാതിരിക്കാൻ കുടുംബ ചുമതല പൂർണ്ണമായി സൗദ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തു. ഭാര്യമാരിൽ പ്രായമേറിയ ആളായതിനാൽ മാനസിക ക്ഷീണം വരാതിരിക്കാൻ ത്വലാഖ് ആവശ്യപ്പെട്ടാൽ നൽകാമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ, ഒരിക്കലും അങ്ങനെ വിവാഹമോചനം ചെയ്യരുതേ, അന്ത്യനാളിൽ വിശ്വാസികളുടെ മാതാവായി പുനർജനിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നായിരുന്നു മഹദിയുടെ മറുപടി. ഉയർന്ന സ്വഭാവ മഹിമയുള്ളവരായിരുന്നു മഹദി. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് തീരെ അസൂയ തൊട്ടു തീണ്ടാത്ത ഒരേ ഒരു സ്ത്രീ സൗദ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ആയിഷയുമായുള്ള വിവാഹാനന്തരം പ്രവാചകൻ ആയിഷയോടുള്ള താല്പര്യവും സൗദക്ക് ഭർത്താവിലേക്കുള്ള താല്പര്യക്കുറവും കാരണം സൗദയുടെ ദിവസം ആയിഷയ്ക്ക് നൽകുകയുണ്ടായി. ഇതിൽ നബി തങ്ങൾ സന്തുഷ്ടനായി. സൗദാ ബീവി വളരെ ധർമ്മിഷ്ഠയായിരുന്നു. പാവപ്പെട്ടവരെ ഏറെ സഹായിച്ചിരുന്നു. ഒരിക്കൽ പ്രവാചക പത്നിമാർ ഒരുമിച്ചുകൂടി പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങളിൽ നിന്ന് ആദ്യമായി തങ്ങളുമായി ചേരുന്നവർ ആര്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നും കൈ നീളമുള്ളവളാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയും. ശേഷം പ്രവാചകനിലേക്ക് വേഗത്തിൽ ചെന്നു ചേർന്നത് സൗദയായിരുന്നു. കൈ നീളമുള്ളവൾ എന്നതുകൊണ്ടുള്ള ധർമ്മമായിരുന്നു. ഖൈബർ യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്തുക്കൾ എല്ലാ ഭാര്യമാർക്കും നൽകിയ പോലെ സൗദക്കും നൽകിയിരുന്നു. 80 വസ്തു ഈത്തപ്പയവും 20 വസ്തു ഗോതമ്പുമായിരുന്നു ഗനീമത്ത്. എന്നാൽ അതൊന്നും സൂക്ഷിച്ചു വെക്കാതെ ധർമ്മം ചെയ്യുകയായിരുന്നു സൗദ ബീവി ചെയ്തത്. എല്ലാം ധർമ്മം വഴിക്ക് തിരിച്ചു. ഹിജ്റ 7-ാം വർഷമായിരുന്നു ഇത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച പാരിതോഷികവും അവർ പൂർണ്ണമായും സാധുക്കൾക്കായി വിതരണം ചെയ്തു. ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളിൽ 5 സൗദാ ബീവിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗദാ ബീവിയുടെ മരണസംബന്ധമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആദ്യമായി മരണപ്പെട്ടത് സൗദയാണെന്നാണ് പ്രബലം. എങ്കിലും സൈനബ ബിൻത്ത് ജഹ്ഷാണെന്നും അഭിപ്രായം.